ഹലോ. ഹലോ. ഇന്നെന്താ ഉച്ചക്ക് വിളിക്കാൻ തോന്നിയത്? ഞാൻ എപ്പം വിളിക്കില്ലേ, നിന്റെ ദേഷ്യം മാറിയില്ല. എന്താ ആടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ലേ? ആടെ ഭക്ഷണം കഴിക്കാനൊന്നും പോയില്ല. നമ്മൾ നിങ്ങൾ ഇവിടെ തന്നെ കഴിച്ചാ? ഭക്ഷണം കഴിച്ച്. അത് ഇവിടുന്ന് തന്നെ, നമ്മളെ മെസ്സ് തന്നെ കഴിച്ച്. ഭാഗ്യം. എന്നാ അതെന്താ ഇന്നാടെ സൽക്കാരൊന്നും ഇല്ലേനോ? ഛേ, ഞാനെന്താ എപ്പോ അവിടെ പോയിട്ടാ ഭക്ഷണം കഴിക്കല്? അല്ല ഇന്നലെ പിന്നെ ഉച്ചക്കാടെയാന്നല്ലോ സൽക്കാരം. അപ്പൊ ഫോൺ വിളിക്കാൻ മറന്നുപോയി. അപ്പൊ ഇന്ന് സൽക്കാരം ഇല്ലേന്ന് ചോദിച്ചേ. ഇന്ന് സൽക്കാരമൊന്നുമില്ല, നമ്മളൊന്നും വിളിച്ചിട്ടില്ല. ആടെ ഇല്ലേ അമ്മയും മോളും ഇല്ലേ? അമ്മയും മോളിലാടെ ഉണ്ട്. സന്ദീപ് അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ. എന്താ? ഒന്നുമില്ല. ചോദിച്ചതാണ്. ഉച്ചക്ക് വിളിച്ചോണ്ട് ചോദിച്ചാന്ന്. അതൊന്നും ഇന്ന് ഉച്ചക്ക് വിളിച്ചാൽ ഞാൻ എല്ലാ ദിവസം വിളിക്കലില്ലേ? ഇന്നലെ വിളിച്ചിനാ? ഇന്നലത്തെ കാര്യം പറഞ്ഞില്ല, അത് വിട്. വിടാനൊന്നും പറ്റൂല. അതിനെ വിടുവാ? ഒന്നുമില്ല. അതുകൊണ്ട് എന്റെ മറ്റേ ആ ക്ഷീണം മാറിയാ? അതല്ല എപ്പോഴും മാറിയാ? ഇപ്പൊ ഓർമ്മ വന്നിനി? ഓർമ്മ വന്നില്ല. ഇന്നലെ ചോദിക്കാൻ നീ മറ്റേ എന്താ പറയണ്ടേ, ഞാൻ ഒരു കാര്യം പറയുമ്പോഴേക്ക് കത്തി കീരിച്ച് ഇങ്ങനെയാണോ സാധാരണ സ്വഭാവം? അങ്ങനെയല്ല. പിന്നെ ഉച്ചക്ക് വിളിക്കുന്നവര് പിന്നെ ആടെ സൽക്കാരത്തിന് പിന്നെ ആടെ അമ്മയും മോള് ക്ഷണിച്ചിന്നെല്ലാം പറയുമ്പോ പിന്നെ എന്നാ പിന്നെ നീ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചുകൂടി, ഞാൻ വിളിക്കുന്നില്ലെങ്കിൽ? അത് വേണ്ട. ഇങ്ങോട്ട് വിളിച്ചിട്ട് തന്നെ ചേച്ചി. അതെന്താ? അങ്ങനെയാണ്. പണി അധികമായിട്ടൊന്നുമല്ലല്ലോ വിളിക്കാൻ. പണി അധികമായിട്ടല്ല, പണി ഇല്ലാതെ സൽക്കരിക്കാൻ പോയിട്ടല്ലേ? പണിയില്ലല്ലോ. പണിയില്ലേ? പണിയില്ലല്ലോ, പണിയേ ഇല്ലല്ലോ. എന്താ പണി എടുക്കലില്ല? അതല്ല, ജോലിക്ക് പോയിട്ടില്ലേന്ന് ചോദിച്ചു. ജോലിക്ക് പോകാണ്ട് പിന്നെ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ ജോലി അധികമായിട്ടൊന്നല്ലല്ലോ വിളിക്കാൻ. പണി എന്ന് പറയുന്നത് നാട്ടിലെ കൂലിപ്പണിക്കെല്ലാം നോട്ടാണ് പണി എന്ന് പറയാം. നമ്മളൊക്കെ ജോലി നോട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ നീ അതിന് പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവഹേളിക്കരുത്. പണി എന്ന് പറയുന്നത് കൂലിപ്പണി. ദിവസവും ഏറ്റവും താഴ്ന്ന ആൾക്കാർക്ക് പോകുന്ന പണി. നമ്മളത് ജോലി. അല്ല, അവരെന്ത് ജോലിക്കാ പോകുന്നേ? അവരെന്ത് പണിക്കാ പോകുന്നത് എനിക്കറിയില്ല. അത് ചോദിക്കാൻ മറന്നുപോയാ? അതെല്ലാം നമ്മൾ ചോദിക്കുന്നത്. അവര് പോകുന്നുണ്ടോ ചോദിക്കണ്ടേ? ആടെ പോയിട്ട് കൊറേ വർത്താനം പറഞ്ഞിട്ട് എന്നെ ഫോൺ വിളിക്കാൻ മറന്നു വിട്ടല്ലേ? അപ്പൊ ചോദിക്കണ്ടേ നിങ്ങൾക്ക് എന്നാ ജോലി, എന്നാ ജോലി? അവർക്ക് അയാൾക്ക് മാത്രം എന്തോ പണിയുള്ളത്. അത് ടൗണില് എന്തോ മാർക്കറ്റിൽ എന്തെല്ലോ പരിപാടിയാണ്. പിന്നെ കുറെ കൃഷിയാണ് അവർക്കുള്ളത്. അപ്പൊ അമ്മക്കും മൂക്കും വേറെ പണിയൊന്നുമില്ല. ഇവിടെ കൃഷി അവിടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ സ്ഥലത്ത് കൃഷി നോക്കുന്നുണ്ട്. ഭയങ്കര കൃഷി. എന്തോ ചേന ഇങ്ങനെയുള്ള സാധനമൊക്കെ എന്തൊക്കെയാണ്. ചൊറിയുന്നുണ്ടാവൂലേ? ഇച്ചിരി കൂടുതലാന്ന് അല്ലേ? അന്ന് പച്ചക്കറി മേടിച്ചു പോകുന്നേരം സാധനങ്ങളുണ്ട് ഇപ്പൊ. ചേന ചൊറിയുന്ന സാധനമാണല്ലോ. അത് ചൊറിച്ചല് മാറ്റാനായിരിക്കും ചിലപ്പോ സന്ദീപനെ വിളിക്കുന്നുണ്ടാവും. കയ്യത്താ സ്ഥലം ഇങ്ങനെ മാന്തി കൊടുക്കണ്ടേ, ചൊറിഞ്ഞു കൊടുക്കേ. മാന്താൻ മിടുക്കനാണല്ലോ. ഇതൊക്കെ പോണെന്നുണ്ടാ മാന്തി കൊടുക്കേ? അന്നെ ആരും ചൊറിയുന്നതിന് മാന്താൻ വിളിച്ചിട്ടില്ല. വിളിക്കുമല്ലോ ഇങ്ങനെയാകുമ്പോ. ഇപ്പം ചോറ് തിന്നാൻ വിളിച്ച്, ഇനി മാന്താനും വിളിക്കൂ? അങ്ങനെയൊന്നും വിളിക്കൂല തോന്നുന്നത്. ഇനി അഥവാ വിളിച്ചാലോ ഒന്ന് മാന്തിയാലെന്താ? ചൊറിയുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ പറയണ്ടല്ലോ. എന്തെന്ന് ഒരാളൊന്ന് ചൊറിയുന്ന വരുമ്പോ ഒന്ന് പുറത്ത് മാന്തി കൊടുത്തു ഞാൻ കുഴപ്പം? അതെ പുറത്ത് എവിടേക്കും മാന്തു. പിന്നെ പറയണ്ടല്ലോ എന്റെ കാര്യം, നിങ്ങളെ കാര്യം. വേണ്ട, എന്നെ വിളിച്ചാൽ ഞാൻ ചൊറിയുന്നതിന് വേറെ ഒരു ബ്രഷ് ഉണ്ട് ഇറങ്ങിയിട്ട്, കയ്യെത്താതെടുത്ത് മാന്താൻ പറ്റി, അത് വാങ്ങിച്ചോളാൻ പറയും. അതിന്റെ ചൊറിച്ചിലും പോവും, എന്റെ പ്രശ്നം തീരും.
ഉം. അങ്ങനെ പറഞ്ഞാ നിങ്ങൾക്ക് നല്ലതെന്ന്. ഓ ഉം. ഉം. ഇന്നലെ സന്ദീപ് വന്നത് 2-2:30 നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചൊറിയുന്നൊന്നുമില്ലേനു? എനിക്ക് ചൊറിയുമ്പല്ലേ ഞാൻ നിന്നെ വിളിക്കുന്ന മാന്തിക്ക്. അല്ല അവിടെ ചേര കൂട്ടിയിട്ടിട്ടുണ്ടാവില്ലേ? ഞാൻ എന്ത് കൂട്ടിയിടുന്നതാണ് ഞാൻ ഇത് പൊരിച്ചെടുത്തപ്പാട് വിൽക്കാനും പോകില്ലേ മാർക്കറ്റിലേക്ക്. എന്നാലും കുറച്ച് അധികം ഉണ്ടാവുമ്പോ അവിടെ വെക്കുമല്ലോ. അതറിയില്ല. ചേന മാത്രമൊന്നുമല്ല വേറെ എന്തൊക്കെയോ കൃഷിയുണ്ടെന്ന് പറയുന്നുണ്ട്. അറിയില്ല അതെയോ? എന്തൊക്കെയാണ്. ഉം. നമുക്ക് ഈ പറയുന്ന ശരിക്കും മനസ്സിലാവില്ലല്ലോ. ഉം. സന്ദീപിന് കറക്റ്റ് കാര്യങ്ങളറിയാം. ആ ഓനെ പിന്നെ എല്ലാം കറക്റ്റായിട്ട് പിന്നെ അറിയാം. അതിനേക്കാൾ കൂടുതൽ നമ്മൾ അവരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഓന് എത്ര മണിക്കാ വന്നേ ഇന്നലെ? ഞാൻ പറഞ്ഞല്ലോ 2:30 കഴിഞ്ഞിട്ടുണ്ടാവും. 2:30 അത് കഴിഞ്ഞ് ഓനെന്നാടെ പരിപാടി? അതറിയില്ല. ഞാൻ പിന്നെ കണ്ടില്ല. ഉം. അവൻ പറയുന്ന 2 സുഹൃത്തുക്കളുണ്ട് അടുത്തുള്ള അവിടെ പോയിട്ട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞത്. എനിക്ക് അത്ര വിശ്വാസമായില്ല. ഉം. ഇനി അവർക്ക് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ സഹായിക്കണമെന്നും അറിയില്ല. അതായിരിക്കും എന്തെങ്കിലും സഹായിക്കാൻ പോയതായിരിക്കും പാവം. ചേന വരിക്കുമ്പോ കുറച്ചധികം പിന്നെ സഹായിച്ചു കൊടുത്താല് രാത്രി ഇറങ്ങും ചേന വയ്ക്കാൻ പോകും. രാത്രിയിലോ രാത്രി പകലൊന്നുണ്ടാ ചേന വരിക്കുന്ന കൃഷി നടത്തുന്നതിന്? അങ്ങനെയൊന്നുമില്ല. രാത്രി അടുത്തായിരിക്കൂലേ? അടുത്തായിരിക്കൂലേ കൃഷി സ്ഥലോ? വീട്ട് നിൽക്കുന്ന പറമ്പന്നെ വലിയ മൈതാനം പോലത്തെ സ്ഥലമാണ്. പിന്നെ എന്നാ രാത്രി പകലൊന്നും അറിയാ ചേനയും മരുന്നൊക്കെയാണ്. പച്ചക്കറി ഐറ്റംസ് ഒന്നുമില്ല. ബാക്കി എന്തെല്ലോ കാണാം. പച്ചക്കറി ഐറ്റംസ് ഇല്ലാതുകൊണ്ടാണല്ലോ കടയിൽ പോയിട്ട് മേടിച്ചോണ്ടാന്നിട്ട് കഴിക്കേണ്ടി വരുന്നത്. അങ്ങനെ കഴിച്ചിട്ടാണല്ലോ അന്ന് കുടുങ്ങി പോയത്. ശ്രദ്ധിച്ച അന്നത്തെ സന്ദീപ് പറഞ്ഞ വെച്ചാല് ഈദ് ഒരുമാതിരി ഒരു മഹാനുണ്ടല്ലോ നിങ്ങൾക്ക് മറ്റേ ഗിരീഷ് അവൻ വന്നില്ല. വരും എന്ന് പറയുന്നേ വരുമായിരിക്കും. അല്ല വന്നാലും ഇത് നല്ല അടിപൊളിയായിരിക്കുമല്ലോ. എന്താ അല്ല രണ്ടാളും കൂടിയിട്ട് സന്ദീപും ഗിരീഷും കൂടിയിട്ട് അതെന്താവും പറയാൻ പറ്റൂല. അന്ന് ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് വാങ്ങിട്ടൊന്നുമില്ല. അവൻ പക്ഷെ നാട്ടിൽ പോയിട്ട് അമ്മാവന്റെ മകളുമായിട്ട് ഒരേ കൃഷി തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടിയ 2 ഫ്രണ്ട്സും നല്ല കൃഷിക്കാരാ. ഇങ്ങനെ കൃഷിപ്പണി എടുത്തുകൊണ്ടേയിരിക്കണം. അല്ല ഇനി നിങ്ങള് അവരൊന്നിച്ച് കൊത്താനും പറിക്കാനും കൃഷി ചെയ്യാൻ പോവാ? അവര് കൃഷി ചെയ്യാൻ പോകുമ്പോ നമ്മളൊന്നും വിളിക്കൂല. നമുക്ക് നിങ്ങൾക്ക് നിങ്ങളെ ജോലി മതി കേട്ടാ. നമുക്ക് നമ്മളെ ഇമാതിരി പണിക്ക് അത്ര താല്പര്യമില്ല, പിടിയില്ല. നാട്ടില് കൃഷി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടാ. നാട്ടിലെ കൃഷി ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ മിഞ്ഞാത്തര് ഞാൻ പറഞ്ഞ് അതൊക്കെ അവിടെ കാട് പിടിച്ച് കിടക്കുമായിരിക്കൂലേ. അങ്ങനെയാ പറഞ്ഞു. അതാ എന്തോ ശബ്ദം പൂച്ചേന്റെ ആയിട്ടാണ് ശബ്ദം. എന്തൊരു സൗണ്ട് കിട്ടിക്കൊണ്ട്. പിന്നെന്നാ വേറെ എന്തെന്ന് ഞാൻ വിചാരിച്ചു നിന്റെ വിളിക്കോ? ഇനി വിളിക്കൂലേ? നിങ്ങളെനി വിളിക്കൂലേന്ന്? ആരാ വിളിക്കൂലേന്ന്? എന്നെ വിളിക്കൂലേന്ന് രാത്രി? എന്റെ മോളെ നിന്നെ വിളിക്കാണ്ട് ഞാനിതായാലും എന്നെ വിളിക്കണ്ടേ? മറന്നൂറ്. ഞാൻ വിളിക്കും, നീ എന്നെ ഒന്ന് ഉറക്കി തന്നാ മതി വിളിക്കുമ്പോ. ഞാൻ വിളിക്കും, നീ എന്നെ ഒന്ന് ഉറക്കി തന്നാ മതി വിളിക്കുമ്പോ. ഉറക്കാനാ? തൊട്ടില് കെട്ടിട്ടാ? ഭക്ഷണമെല്ലാം അയച്ചു വിളിക്കുമ്പോ ഇടക്കൊന്ന് പോകുന്നതിന് തെറ്റൊന്നുമില്ലല്ലേ? തെറ്റുണ്ട്. സന്ദീപനം വിളിച്ചാൽ ഉണ്ട്. നല്ല സത്യം പറയാലോ, ദേഷ്യം വരും. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ അവരെ ഭക്ഷണമൊക്കെ.
അപ്പൊ എന്റെ ഭക്ഷണോ? നിന്റെ ഭക്ഷണം നമ്മളെ നാടൻ ഭക്ഷണം, നാട്ടിലെ ഭക്ഷണമല്ല, ഇവിടുത്തെ ഇവരെ ഭക്ഷണത്തിന്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. ആ അത് പിന്നെ നിന്റെ ഭക്ഷണം സൂപ്പർ ഭക്ഷണമല്ലേ. ആ പുറമേന്ന് മറ്റേ എന്താ പറയണ്ട, എന്ത് കിട്ടിയാലും നല്ല ഭക്ഷണമായിരിക്കും. അത് നീ ഒന്ന് വീട്ടിൽ നിന്ന് കുത്തി പറഞ്ഞൊന്നുമല്ല, വീട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിനേക്കാളും പുറമേന്ന് കിട്ടുന്ന ഭക്ഷണമായിരിക്കും അധികമായിരിക്കും ഇഷ്ടം. അതെന്താ അത് കേട്ടിട്ടില്ല? അതെല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കെല്ലാം അങ്ങനെ ആയിരിക്കൂലേ? പെണ്ണുങ്ങൾക്ക് അമ്മോ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ നീ പുറമേന്ന് കഴിക്കണ? എന്റെ വീട്ടിലുള്ള ഭക്ഷണം എനിക്ക് ഇഷ്ടം. നീ പുറമേന്ന് കഴിക്കണ? പുറമേന്ന് കഴിച്ചിട്ടൊന്നുമില്ല, ഇഷ്ടമല്ല. അല്ല ആണുങ്ങൾക്ക് പിന്നെ മറ്റേ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന പോലെ മറ്റേ ഇത് എന്താ പറയണ്ടേ, പുറമേന്ന് കഴിക്കാൻ നല്ല ഇഷ്ടായിരിക്കും. എല്ലാം ഉണ്ടാവും. മറ്റേ ഇതിനൊക്കെ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു പുറമേന്ന് കഴിക്കാൻ. നമുക്ക് പിന്നെ വീട്ടിലെ ഭക്ഷണമൊക്കെ അവർക്കൊക്കെ വീട്ടിലെ ഭക്ഷണത്തോടാണ് താല്പര്യം. ഗിരീഷ് കാണുന്നില്ലേ വീട്ടിലെ ഭക്ഷണം നല്ല കഴിക്കുന്നത് അമ്മാവന്റെ വീട്ടിൽ പോയിട്ട്? അല്ല ഇപ്പൊ സന്ദീപ് ഇപ്പൊ പുറത്തുനിന്നാണല്ലോ അധികം. ദീപിന് പിന്നെ പുറത്തുനിന്ന് പറയാൻ പറ്റില്ല, അതും വീട്ടിലെ ഭക്ഷണമല്ലേ. അത് വേറെ ആളെ വീട്ടിലല്ലേ? അത് കഴിക്കാൻ സ്വന്തം വീട്ടിലല്ലേ? സ്വന്തം പോണ്ടേ? പോകണ്ടേ? ജോലിക്ക് പോണ്ടേ? അല്ല അത് പോണം. ലീവ് എടുക്കാനാ? ലീവ് എടുക്കുന്നില്ല. ലീവ് ആവും ബെസ്റ്റ്. എന്നാ പിന്നെ ഫോൺ വെച്ചിട്ട് രാത്രി വിളിക്കാം. രാത്രി വിളിച്ചാ നല്ല കാണാം.